ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലുള്ള വചനങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ നിത്യജീവനെക്കുറിച്ചിട്ടുള്ള വചനങ്ങൾ കേട്ടപ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന വലിയ ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഈശോ നിത്യജീവൻ്റെ വചനങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവർക്കത് കഠിനവും അത് ഗ്രഹിക്കുവാനായിട്ട് ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈശോ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് തൻ്റെ നിത്യജീവൻ്റെ വചനങ്ങൾ അനുവർത്തമാക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നോമ്പ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതാ നാം പാതി നോമ്പിൽ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ, ഈ കഴിഞ്ഞ 25 ദിവസം എപ്രകാരമാണ് നമ്മുടെ നോമ്പ് ജീവിതം കടന്നുപോയതെന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അത് വലിയ കഠിനമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നാട്ടിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ഒരുപാട് ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. ഒരു വേള മലയാറ്റൂർ പോകുവാനായിട്ട് അവൻ തീരുമാനമെടുക്കുകയും കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിതത്തിലാകമാനം ഒരു പരിവർത്തനത്തിന് വിധേയനാകി മുന്നോട്ട് പോകുകയുമാണ്. നാട്ടുകാരെല്ലാം ഇതൊരു അവസരമാക്കിക്കൊണ്ട് ഒറ്റയ്ക്കും കൂട്ടമായും അവനെ ആക്രമിക്കുകയാണ്. അവൻ പ്രതികരിക്കുന്നില്ല. മലയാറ്റൂർ തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. കർത്താവിൻ്റെ വചനങ്ങൾ അവൻ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു പരിവർത്തനം സംഭവിക്കുന്നതാണ് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു മാറ്റം, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം കഠിനമല്ല, അത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള വലിയൊരു അടയാളമാണ് നമുക്ക് നൽകുന്നത്. കർത്താവിൻ്റെ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട്, യേശുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നുപോയ ജനക്കൂട്ടത്തിലെ 3 മനോഭാവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കൂട്ടർ ക്രിസ്തുവിൻ്റെ വചനത്തെ ഹൃദ്യസ്ഥമാക്കുന്നവരാണ്. അവനെ അനുഗമിക്കുവാനായിട്ട് തയ്യാറായ ഒരു വിഭാഗമാണ്, ശിഷ്യഗണമാണ്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവ്, ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന് പറയുന്ന പത്രോസ്ലീഹയുടെ വചനങ്ങൾ അതിന് ഉത്തമ ഉദാഹരണമാണ്. നീ കർത്താവിൻ്റെ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുവെന്ന് ആ വലിയ വിശ്വാസ സാക്ഷ്യം പത്രോസ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ കൂട്ടർ, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് പോകുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള ഒരു ശിഷ്യഗണം. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തെ ഭയത്തോടുകൂടെ കണ്ടവരാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ഭയം കൊണ്ട് അവൻ അനുഗമിക്കുവാനായിട്ട് പിന്മാറി നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ബൈബിളിൽ അതിൻ്റെ ഉദാഹരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗെരസേനരുടെ നാട്ടിൽ വെച്ച് ഈശോ ഒരു പിശാചുബാധിതനെ ഒഴിപ്പിച്ചപ്പോൾ അവനിലെ ദുഷ്ടാരൂപി പന്നികളിൽ പോയി ആവേശിച്ചപ്പോൾ ആ പന്നികളെല്ലാം കിഴക്കാവും തൂക്കായി കടലിൽ ചെന്ന് നിബദിക്കുന്നതാണ് കാണുക. ഇത് കണ്ട ആ ഗ്രാമവാസികളെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവരുടെ ഗ്രാമം വിട്ട് പോകുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് യേശുവിൻ്റെ വചനത്തോട് വലിയ ഭയമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ക്രിസ്തുവിനെ നിസ്സംഗതയോടുകൂടെ അനുഗമിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും ക്രിസ്തുവാണ് ദൈവമെന്നും തിരിച്ചറിഞ്ഞിട്ട് പോലും അവൻ അനുഗമിക്കുവാനായിട്ട് തയ്യാറാകാത്ത ഒരു കൂട്ടം ജനങ്ങൾ. വെളിപാട് പുസ്തകത്തിൽ ഇക്കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലവോദിക്യയിലെ സഭയോട് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ചൂടോ തണുപ്പോ ഇല്ലാത്തവരായതുകൊണ്ട് നിങ്ങളെ ഞാൻ തുപ്പിക്കളയുന്നുവെന്ന് പറയുന്ന വചനം ഇവരിൽ അനുവർത്തമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഹൃദ്യസ്ഥമാക്കുവാനും മൂല്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. വ്യക്തമായ നിലപാടുകളില്ലാത്ത ശിഷ്യരാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. നന്മ ചെയ്തതിൻ്റെ പേരിൽ നാട്ടുകാരെല്ലാം ഗുരുവിനെ കല്ലെറിയുന്ന നേരത്ത് നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെടാതിരിക്കുവാൻ വേണ്ടി ഗുരുവിനെ പൂക്കൾ കൊണ്ടെറിയുന്ന ഒരു ശിഷ്യൻ. ഓരോ പൂക്കളും തൻ്റെ ശരീരത്തിൽ വന്ന് വീഴുമ്പോൾ കല്ലേറ് കൊള്ളുന്നതിനേക്കാൾ വേദനയോടുകൂടെ ഗുരു നിലവിളിച്ച് കരയുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഓരോ ക്രൈസ്തവരും. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതിൻ്റെ പേരിൽ വചനത്തെ നിരാകരിക്കുന്നവരായി നാം മാറുന്നുണ്ടോ എന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാനായിട്ട് വില കൊടുക്കുവാനായിട്ട് നാം തയ്യാറാകണമെന്നുള്ളതാണ് ഈ നോമ്പ് കാലത്ത് നമുക്ക് ചിന്തിക്കാവുന്ന വലിയ ചിന്ത എന്ന് പറയുന്നത്.
ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് വില കൊടുക്കുവാനായിട്ട് നാം തയ്യാറാണോ? ക്രിസ്തുവിൻ്റെ വാതിലിൽ മുട്ടുവാനായിട്ട്, അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട്, അവനെ അന്വേഷിച്ചിറങ്ങുവാനായിട്ട് നാം തയ്യാറാണോ പ്രിയമുള്ളവരെ? ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വില കൊടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ഫുട്ബോൾ മാച്ച് കാണുവാനായിട്ട് രാത്രികാലങ്ങളിൽ എത്ര സമയം വേണമെങ്കിലും ദീർഘമായി ഇരിക്കുവാനായിട്ട് നാം തയ്യാറാണ്. ഒരു സിനിമ കാണുവാനായിട്ട് തിയേറ്ററിൽ പോയി ക്യൂ നിൽക്കുവാനായിട്ട് നാം തയ്യാറാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കുവാനായിട്ട്, വില കൊടുക്കുവാനായിട്ട് നാം തയ്യാറാണോ? പ്രിയമുള്ളവരെ, ക്രിസ്തു തൻ്റെ മരണത്തിൻ്റെ തലേനാൾ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥനാനിരതനായി നിൽക്കുമ്പോൾ ശിഷ്യഗണങ്ങൾ ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കുകയാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗുരു ഉണർന്നാണ് ഇരുന്നത്, ശിഷ്യഗണം ഉറക്കത്തിൽ മയങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തുവിൽ നിന്ന് എത്രമാത്രം ദൂരെയാണ്. ഒരു കല്ലേറ് ദൂരം താണ്ടി യേശുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവനോട് ചേർന്ന് ഉണർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് അങ്ങനെയുള്ള ഒരു കൃപ നമുക്കുണ്ടാകട്ടെ. വചനത്തോടുള്ളൊരു ആഭിമുഖ്യം, നിത്യജീവൻ്റെ വചനങ്ങൾ സ്വന്തമാക്കുവാനായിട്ടുള്ളൊരു ആഭിമുഖ്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.